അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1497 സൂറത്തുൽ ഇസ്റാ 36-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമു إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولا تقف ما ليس لك به علم. നിങ്ങൾക്ക് അറിവില്ലാത്തതിനെ തങ്ങൾ പിന്തുടരരുത്. ഇന്ന സംഅ കാരണം കാത്, വൽ ബസറ കണ്ണ്, വൽ ഫുആദ മനസ്സ്, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല ഇവയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ അളവും തൂക്കവും ഒക്കെ കൃത്യമായിരിക്കണം, അതുപോലെ വാഗ്ദാനം ചെയ്താൽ പാലിക്കണം, ശരിയായ തുലാസ് കൊണ്ട് തൂക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ വിലക്കുകയാണ് ഇവിടെ. ആ കൂട്ടത്തിൽ ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അതിനെ സംബന്ധിച്ച് ധാരണയില്ലാത്തതിനെ പിന്തുടരരുത് എന്ന്. ഓരോ സംഗതിയിലും കൃത്യമായി അതിന്റെ നിലപാട് എന്താണെന്ന് അറിയുന്നതിന്റെ പുറകെ മാത്രമേ പോകാൻ പാടുള്ളൂ. അറിയാത്തതിന്റെ പിന്നാലെ പോയി ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അബദ്ധങ്ങൾ വരുത്തി വെക്കുന്ന, കുറ്റങ്ങളിലേക്ക് ചെന്നു ചാടുന്ന ദയനീയമായ സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്നാണ് അല്ലാഹു തആല നൽകുന്ന നിർദ്ദേശം. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം കാത്തു സൂക്ഷിക്കേണ്ട, എന്നാൽ പലപ്പോഴും തീരെ ശ്രദ്ധയില്ലാതെ പലരും അബദ്ധത്തിൽ ചെന്നു ചാടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു ഉണർത്തുന്നത്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ പറഞ്ഞ വലാ തഖഫു എന്നതിന് വിവിധ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥം ഇപ്പൊ നമ്മൾ പറഞ്ഞത് പിന്തുടരരുത്, അറിയാത്തതിനെ പിന്തുടരരുത് എന്ന്. മറ്റൊരർത്ഥാണ് ലാ തഖുൽ, നിങ്ങൾ പറയരുത്, അറിയാത്തത് പറയരുത് എന്നാണ് മറ്റൊരർത്ഥം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ അർത്ഥം മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഔഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയുന്ന മഹാനവറുകൾ പറയുന്നത് ലാ തറും അഹദൻ ബിമാ ലൈസ ലക്കും ബിഹി ഇൽമുൻ. നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കരുത് എന്നാണ്. കൃത്യമായിട്ട് അറിയാത്തത് ആരോപണമായി ഉന്നയിക്കരുത്. അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് ബിൻ ഹനഫിയ്യ റളിയല്ലാഹു അൻഹു പറയുന്നത് കള്ളസാക്ഷി പറയരുത് എന്നാണ്. കാണാത്തത് കണ്ടുവെന്നും കേൾക്കാത്തത് കേട്ടുവെന്നും അറിയാത്തത് അറിഞ്ഞു എന്നുമൊക്കെ പറയുന്ന രീതി, ആ കള്ളസാക്ഷി പറയരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വൈരുദ്ധ്യമല്ല, ഇതൊക്കെ വൈവിധ്യമാണ്. അതായത് ഇതൊന്നും പാടില്ല എന്നർത്ഥം. നമ്മുടെ നിത്യജീവിതത്തിൽ കൃത്യമായ ബോധ്യത്തിന്റെയും അതേപോലെ തന്നെ ശരിയാണെന്ന ധാരണയുടെയും കൃത്യമായ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്താൻ പാടുള്ളൂ. അല്ലാത്ത ഒരു പ്രസ്താവനയും നമ്മൾ നടത്താൻ പാടില്ല. ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംസാരിക്കുന്ന രീതി ഉണ്ടാവരുത്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് പറഞ്ഞ വിശദീകരണം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണത്? ലാ തഖുൽ, നീ പറയരുത് റായിച്ചു, ഞാൻ കണ്ടു എന്ന് പറയരുത്. വലം തറ, യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല, കാണാത്ത സംഗതി കണ്ടു എന്ന് പറയാ. സമയത്തു, ഞാൻ കേട്ടു എന്ന് പറയാ. വലം തസ്മ, യഥാർത്ഥത്തിൽ നീ കേട്ടിട്ടില്ല. വലിംതു, ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാ. വലം തഅലം, നിങ്ങൾക്ക് അറിയില്ല. അങ്ങനത്തെ സംഗതികൾ ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഫഇന്നല്ലാഹ സായിലുക അൻ ദാലിക കുല്ലിഹി, ഇതിനെ സംബന്ധിച്ചെല്ലാം അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കുന്നതാണ്. ആ സംഗതി കണ്ടു എന്ന് എന്തിനു നുണ പറഞ്ഞു, കേട്ടു എന്ന് എന്തിനു നുണ പറഞ്ഞു, മനസ്സിലാക്കിയെന്ന് എന്തിനു നുണ പറഞ്ഞു, അതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടിരുന്നില്ല, കേട്ടിരുന്നില്ല, മനസ്സിലാക്കിയിരുന്നില്ല. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇவ்விധം സംസാരിച്ചത് എന്ന് അല്ലാഹു തആല ചോദിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെയൊക്കെ ആകെ തുക എന്താണോ മദ്മൂനു മാ ദക്കറൂഹു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്,
ഈ ഇമാമിങ്ങളെല്ലാം ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി പറഞ്ഞതിന്റെ ഉള്ളടക്കം എന്താണ്? അല്ലാഹു തആല നഹാ അനിൽ ഖൗലി ബിലാ ഇൽമിൻ, കൃത്യമായ ധാരണയില്ലാതെ ഒന്നും പറയാൻ പാടില്ല. ബൽ ബിൽദന്നില്ലദീ ഹുവ തവഹ്ഹുമു വൽ ഖിയാൽ, ഊഹങ്ങളുടെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന രീതി പാടില്ല. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇജ്തനിബു കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദൽ ദന്നി ഇസ്മ, സൂറത്തുൽ ഹുജറാത്തിന്റെ 12ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഓ ജനങ്ങളെ, സത്യവിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനൽ ദന്നി, പല ധാരണകളും നിങ്ങൾ വേണ്ടെന്ന് വെക്കണം, ഉപേക്ഷിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ സംസാരിക്കരുത്. കാരണം ഇന്ന ബഅദൽ ദന്നി ഇസ്മുൻ, ചില ധാരണകളെല്ലാം കുറ്റകരമാണ്, അഥവാ ശരിയല്ലാത്ത സംഗതി നമ്മൾ അങ്ങനെ ധരിച്ചു വെച്ചതായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലേക്ക് തോന്നുമ്പോൾ ആ തോന്നുന്നതിനനുസരിച്ച് സംസാരിക്കുന്ന സ്വഭാവം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഹദീസിലുണ്ടോ? ഫിൽ ഹദീസിലുണ്ട് ഇയ്യാക്കും വല്ലന്ന, നിങ്ങളെയും ഊഹങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫൈനല്ലന്ന അക്ദബുൽ ഹദീസ്, കാരണം ഈ ഊഹങ്ങൾ എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ധാരണകൾ വരുന്നു, ആ ധാരണകൾക്കനുസരിച്ച് സംസാരിക്കല് ഏറ്റവും വലിയ കള്ളമായി മാറുന്ന സംഗതിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തത് കണ്ടുവെന്നും കേൾക്കാത്തത് കേട്ടുവെന്നും മനസ്സിലാകാത്തത് മനസ്സിലായി എന്നും പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഊഹിച്ചുണ്ടാക്കിയിട്ട് അതാണ് ശരി എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് അതും ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ്. കാരണം വകുല്ലു ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, കണ്ണും കാതും മനസ്സും അതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഐസ യുസ്അലുൽ അബ്ദു അൻഹാ യൗമൽ ഖിയാമത്തി, ഈ അവയവങ്ങളെ സംബന്ധിച്ച് അടിമയോട് ചോദിക്കപ്പെടും. വതുസ്അലു അൻഹു, ആ അവയവങ്ങളോടും ചോദിക്കപ്പെടും അടിമയെ സംബന്ധിച്ച്. നമ്മുടെ ഈ അവയവങ്ങളോട് നമ്മളെ സംബന്ധിച്ച് അല്ലാഹു തആല ചോദിക്കും, അല്ല ഇവൻ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ എന്ന്. എന്നാൽ നമ്മളോട് ചോദിക്കും നമ്മുടെ അവയവങ്ങളെ സംബന്ധിച്ച്, എന്താണ് ആ അവയവം കൊണ്ട് നീ എന്തിന് അങ്ങനെ ചെയ്തു, ആ അവയവം കൊണ്ട് നീ എന്തിന് ഇങ്ങനെ പറഞ്ഞു, ആ അവയവം കൊണ്ട് നീ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ നമ്മളോട് ചോദിക്കും. നമ്മൾ എന്താണ് എന്ന് അവയവങ്ങളോടും അല്ലാഹു തആല ചോദിക്കും. അതേപോലെ തന്നെ ഈ അവയവങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് എന്ന് നമ്മളോട് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ നുണ പറയാൻ ശ്രമിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോട് ചോദിക്കും? ഈ അവയവങ്ങളോട് ചോദിക്കും എന്നൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലാമ ഖുർത്തുബി റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അന്നല്ലാഹ സുബ്ഹാനഹു വ തആല, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല യസ്അലുൽ ഇൻസാന അമ്മാ ഹവാഹു സമഉഹു വ ബസറുഹു വ ഫുആദുഹു, അവന്റെ മനസ്സും അതേപോലെ തന്നെ കണ്ണും കാതും എല്ലാം ഒരുമിച്ച് കൂട്ടിയതിനെ സംബന്ധിച്ച് അല്ലാഹു തആല ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. ഖുർത്തുബി ഇമാം പറയാണ്, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, ഫൽ ഇൻസാനു റായിൻ അലാ ജവാരിഹി, മനുഷ്യൻ അവന്റെ അവയവങ്ങളുടെ അധികാരിയാണ്. അതുകൊണ്ട് ആ അവയവങ്ങൾ എന്തിലൊക്കെ ഉപയോഗിച്ചു, ആ അവയവങ്ങൾ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തു, ഈ ചോദ്യത്തിന് നമ്മൾ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. അപ്പൊ ഫകഅന്നഹു ഖാല, അല്ലാഹു തആല പറഞ്ഞതുപോലുണ്ട്, കുല്ലു ഹാദിഹി കാനൽ ഇൻസാനു അന്നു മസ്ഊല, ഈ അവയവങ്ങളെക്കുറിച്ചെല്ലാം മനുഷ്യൻ ചോദിക്കപ്പെടും എന്നാണ് അല്ലാഹു തആല പറഞ്ഞതിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്, ഓരോരുത്തരും യുസ്അലു കുല്ലു വാഹിദിൻ മിൻഹും, അവരിൽ നിന്ന് ഓരോരുത്തരും ചോദിക്കപ്പെടുന്നതാണ് അമ്മക്തസബ, ഇവകളിൽ നിന്ന് ഓരോന്നും ചോദിക്കപ്പെടും. അമ്മക്തസബ, ആ അവയവം എന്താണ് ചെയ്തത് എന്ന് ചോദിക്കപ്പെടും. അപ്പൊ ഫൽ ഫുആദു, ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, ഫൽ ഫുആദു, മനസ്സ്, യുസ്അലു അമ്മഫ്തഖറ ഫീഹി വഅതഖദഹു, എന്താണ് ചിന്തിച്ചതെന്നും എന്താണ് വിശ്വസിച്ചതെന്നും ആ മനസ്സ് ചോദിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നതിന്, നമ്മൾ ചിന്തിക്കുന്നതിന് കൃത്യമായിട്ടുള്ള സുതാര്യത വേണം. എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചു വെക്കരുത്, അബദ്ധങ്ങൾ വിശ്വസിച്ചു വെക്കരുത്. വ്യക്തികളെ സംബന്ധിച്ചായാലും ദീനിനെ സംബന്ധിച്ചായാലും അബദ്ധങ്ങളൊന്നും നമ്മൾ ധരിച്ചു വെക്കുന്ന രീതി പാടില്ല.
ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആരോ വല്ല കളവും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ തന്നെയാണ് ശരിയെന്ന് മനസ്സിൽ കയറ്റിവെക്കുന്ന ചില സ്വഭാവക്കാരുണ്ടല്ലോ. ദുസ്വഭാവമാണത്. നമ്മൾ റബ്ബിന്റെ കോടതിയിൽ കുടുങ്ങുന്ന സംഗതിയാണ്. നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ഏഷണിയുമായി നടക്കുന്നവരുണ്ടാകും. ആ ഏഷണിയുമായി നടക്കുന്നവർ വാസ്തവത്തിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരുപാട് വാക്കുകൾ, ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചു തരും. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കേട്ട് മുന്നും പിന്നും ആലോചിക്കാതെ, അല്പം പോലും അതിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെ അത് നമ്മുടെ മനസ്സിൽ കയറ്റിവെച്ച് മറ്റുള്ള ആളുകളെ നമ്മൾ അவ்விധത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് ശരി, അവനിങ്ങനെയല്ലേ, അവൻ അങ്ങനെയാണല്ലേ എന്ന് യഥാർത്ഥത്തിൽ കുറ്റവാളി അല്ലാത്ത ആളെ സംബന്ധിച്ച് ആ കുറ്റവാളിക്കുള്ളതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വെക്കുക. കാരണം എന്താ? ഏതോ ഏഷണിക്കാരൻ എന്തോ വിളിച്ചു പറഞ്ഞു, അതാണ് ഇതിന്റെ കാരണം. അപ്പൊ ആ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഷണിക്കാര് പറയുന്നത് കേട്ടിട്ട് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുണ്ടായാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. അപ്പൊ ഫൽ ഫുആദു യുസ്അലു അമ്മഫ്തകറ ഫീഹി വഅതഖദഹു, മനസ്സ് എന്താണ് വിശ്വസിച്ചതെന്നും എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചതെന്നും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കണ്ണ് എന്താണ് കണ്ടത്, അതേപോലെ തന്നെ കാത് എന്താണ് കേട്ടത്, കേൾക്കാൻ പറ്റാത്തത് കേട്ടുവോ, കാണാൻ പറ്റാത്തത് കണ്ടുവോ, അതേപോലെ തന്നെ ചിന്തിക്കാൻ പറ്റാത്തത് ചിന്തിച്ചുവോ, ഇതെല്ലാം ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പറയാൻ നമുക്ക് സാധിക്കാതെ വന്നാൽ, അഥവാ ഈ കേട്ടതിന്റെയും കണ്ടതിന്റെയും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനത്തിലെത്തിയാൽ, നിരപരാധികൾക്ക് നേരെ നമ്മൾ ദുരാരോപണങ്ങൾ ഉന്നയിച്ചാൽ, അതിന്റെ പേരിലെല്ലാം തന്നെ പരലോകത്ത് നമ്മൾ അങ്ങേയറ്റം വിഷമിച്ചു പോകുന്ന സാഹചര്യമുണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, പിന്നെ ഇതൊരു വല്ലാത്ത അപകടകരമായ അവസ്ഥ പരലോകത്ത് നമുക്കുണ്ടാക്കും. നമ്മുടെ ഈ അവയവങ്ങളെ കൃത്യമായ അച്ചടക്കത്തിൽ നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ കാണാൻ പറ്റാത്തത് കാണരുത് എന്ന് കണ്ണിന് നമ്മൾ കൃത്യമായ നിർദ്ദേശം കൊടുക്കണം, കേൾക്കാൻ പറ്റാത്തത് കേൾക്കരുത് എന്ന് കാതിന് നമ്മൾ കൃത്യമായ നിർദ്ദേശം കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനത്തിലെത്തരുത് എന്ന് മനസ്സിനും നമ്മൾ കൃത്യമായ നിർദ്ദേശം കൊടുക്കണം. വിശ്വസിക്കുന്നതും അതേപോലെ മനസ്സിലേക്ക് കയറ്റിവെക്കുന്നതുമൊക്കെ ശരിയായ ബോധ്യത്തിന്റെയും ബോധത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. ആരോ എന്തോ പറഞ്ഞു, അതങ്ങനെ തന്നെയാണെന്ന് വിശ്വസിച്ചു, എന്നിട്ട് നമ്മൾ നിരപരാധികൾക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു. എന്തൊരു ദയനീയമായ സാഹചര്യമായിരിക്കും അത്. ഇതിന്റെ പേരിൽ പരലോകത്ത് വിശ്വാസികളെ സംബന്ധിച്ച് എന്തൊക്കെയോ ധരിച്ചു വെച്ചതിന്റെ പേരിൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന അതിദയനീയമായ സാഹചര്യങ്ങളുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലയോ എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവയവങ്ങളെല്ലാം തന്നെ കൃത്യമായും നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്ന, അല്ലെങ്കിൽ പരലോകത്ത് നമുക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് അല്ലാഹു പറയുന്നില്ലേ? നിങ്ങൾ നോക്കൂ, സൂറത്ത് ഫുസ്സിലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയാണ്. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിന്റെ 19 മുതലുള്ള സൂക്തങ്ങൾ. വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. പരലോകത്ത് അല്ലാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെട്ടാൽ അവരുടെ മേലിൽ അവരുടെ കാതും അതേപോലെ കണ്ണും അവരുടെ തൊലികളുമെല്ലാം തന്നെ അവർക്കെതിരിൽ അവർ ചെയ്തതിനെ സംബന്ധിച്ച് സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടാകും. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ, സ്വന്തം തൊലികളോട് എന്തിനാണ് ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ സാക്ഷി പറഞ്ഞത് എന്ന് അവർ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് പക്ഷേ ആ തൊലി പറയുന്നത് എന്താണ്? ഖാലു അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈഇൻ വഹുവ ഖലഖകും അവ്വല മർറത്തിൻ വഇലൈഹി തുർജഊൻ. അല്ലാഹു തആല എല്ലാത്തിനെയും സംസാരിക്കാൻ കഴിവ് കൊടുക്കുന്ന നാഥൻ ഞങ്ങൾക്കും സംസാരിക്കാൻ കഴിവ് തന്നു, ഞങ്ങൾ സംസാരിച്ചു. വമാ കുൻതും തസ്തതിറൂന യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. അതാ നിങ്ങൾ പലതും മറച്ചുവെക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ കണ്ണുകളും കാതുകളും അതേപോലെ തന്നെ നിങ്ങളുടെ തൊലികളുമൊക്കെ ആ സംഗതികൾക്ക് സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടായി.
നിങ്ങൾ എന്താണ് ധരിച്ചു വെച്ചത്? അള്ളാഹുവിന് അതൊന്നും അറിയില്ല എന്ന്, അള്ളാഹു അതൊന്നും മനസ്സിലാക്കില്ല എന്ന്. പക്ഷേ അത്തരം ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. വദാലിക്കും ലന്നുക്കും ഉല്ലദീ ലനൻതും ബിറബ്ബിക്കും അർദാക്കും ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ. അല്ലാഹുവിനെ കുറിച്ച് അത്തരം അബദ്ധധാരണകൾ വെച്ച് പുലർത്തി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ചെന്നു ചാടുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടുവെന്ന് അല്ലാഹു തആല പറയും. പരലോകത്ത് വരുമ്പോൾ സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മുടെ മറ്റ് അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന, അതേപോലെ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ വരും. അതുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ഓർമ്മയോടെ നമ്മൾ ജീവിക്കണം. കാത്, അതേപോലെ കണ്ണ്, മനസ്സ് ഒക്കെ അല്ലാഹു പൊരുത്തപ്പെടുന്ന കാര്യങ്ങളിൽ തന്നെ തളച്ചിടാനുള്ള കൃത്യമായിട്ടുള്ള അച്ചടക്ക ബോധം നമുക്ക് വേണം. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അതോടൊപ്പം ഈ ആയത്തിന് മറ്റൊരർത്ഥതലം നമ്മൾ മനസ്സിലാക്കുക. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്ക് അറിവില്ലാത്തതിനെ നീ പിന്തുടരരുത് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ കർമ്മങ്ങളിലുമൊക്കെ നമ്മൾ നേതാക്കളാക്കേണ്ടത്, ഇമാമുകളാക്കേണ്ടത് ആരെയാണ്? ഒരു കഥയുമില്ലാത്ത മൗലവിമാരുടെ പിന്നാലെ പോയി അവര് പറയുന്നതൊക്കെ മതമാണെന്ന് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോയി നമ്മൾ നശിക്കരുത്. മറിച്ച് ഒരുത്തനെ പിടിക്കുമ്പോൾ കരുത്തനെ പിടിക്കണം എന്ന് പറഞ്ഞതുപോലെ കൃത്യമായി അള്ളാഹുവിന്റെ ഖുർആനിനെ സംബന്ധിച്ച് അറിവുള്ള, അതേപോലെ മുത്തനബിന്റെ ഹദീസിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഇരുത്തം വന്ന മഹാന്മാരായ ഇമാമുകളുടെ പിന്നാലെ നമ്മൾ പിന്തുടർന്നു പോയാൽ, അവരെ നമ്മൾ സ്വീകരിച്ചു പോയാൽ, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം എന്ന ആ കൽപ്പന പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിനു പകരം ആരെങ്കിലും പറയുന്നതൊക്കെ കേട്ട് അതാണ് മതമെന്ന് വിശ്വസിച്ച് യഥാർത്ഥത്തിൽ അബദ്ധത്തിൽ ചെന്നു ചാടിയാൽ നമ്മൾ റബ്ബിന്റെ കോടതിയിൽ അങ്ങേയറ്റം വിഷമിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇത് നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, വിശ്വാസം ശരിപ്പെട്ട് ജീവിക്കാൻ ഇക്കാലത്ത് നമ്മുടെ മുന്നിലുള്ള ശരിയായ മാർഗം ഇരുത്തം വന്ന നമ്മുടെ മഹാരഥന്മാരായ അയിമ്മത്ത് മുജ്തഹിദുകൾ അവരെന്താണോ ദീനായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നത്, അഥവാ അവര് ഖുർആനും അള്ളാഹുവിന്റെ ഖുർആനും അതേപോലെ മുത്തനബിന്റെ സുന്നത്തും നന്നായി പഠിച്ചു. അവരുടെ വകയായി അവരൊന്നും പറഞ്ഞിട്ടില്ല, അവരുടെ പോക്കറ്റിൽ നിന്ന് അവരൊന്നും എടുത്ത് മതത്തിലേക്ക് ചേർത്തിട്ടുമില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിലും മുത്തനബിന്റെ സുന്നത്തിലും എങ്ങനെയാണ് കാര്യങ്ങൾ സ്ഥിരപ്പെട്ടതെന്ന് അവര് ഡീപ്പായി മനസ്സിലാക്കി ആഴത്തിലത് പഠിച്ചു. ആഴത്തിൽ പഠിച്ചിട്ട് നമ്മുടെ മുന്നിൽ ഒരു ക്യാപ്സൂൾ രൂപത്തിൽ അതവർ അവതരിപ്പിച്ചു തന്നാൽ, ആ മഹാന്മാരുടെ പിന്നാലെ നമ്മൾ കൂടിയാൽ അറിവുള്ളവരെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വീകരിക്കുക എന്ന ആ കൽപ്പന ഇവിടെ പാലിക്കപ്പെടുകയാണ്. അതിനു പകരം നമ്മൾ അവരെയൊക്കെ തള്ളിയിട്ട് അവരെയൊന്നും സ്വീകരിക്കാതെ എന്തെങ്കിലുമൊക്കെ കണ്ടം മുണ്ടം മനസ്സിലാക്കിയിട്ടുള്ള അല്പജ്ഞാനികളായ ആളുകളെ സ്വീകരിക്കുകയും അവരുടെ പുറകെ കൂടുകയും ചെയ്താൽ ഇപ്പറഞ്ഞ ആയത്തിന്റെ വ്യക്തമായിട്ടുള്ള ലംഘനമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുകൂടി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ അവയവങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തന്ന വല്ലാത്ത അനുഗ്രഹങ്ങളാണ്. കാതില്ലാത്തവർക്കാണ് അതിന്റെ വേദന അറിയുക, കണ്ണില്ലാത്തവർക്കാണ് അതിന്റെ വിഷമം മനസ്സിലാവുക. മനസ്സുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കാത്ത, അതിനു മാത്രം വികാസം പ്രാപിക്കാത്ത ആളുകളുടെ ദയനീയമായ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇത്തരം അവയവങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായി അല്ലാഹു തആല നമുക്ക് നൽകിയപ്പോ അത് ഉപയോഗപ്പെടുത്തി പടച്ച തമ്പുരാന് കുറ്റകരമാകുന്ന, അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്ന രീതിയിൽ, അവന്റെ നന്ദികേട് കാണിക്കുന്ന രീതിയിൽ ഈ അവയവങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന, ഈ അവയവങ്ങളെ അനാവശ്യമായി ദുരുപയോഗം ചെയ്യുന്ന ശൈലി നമുക്കുണ്ടാകാൻ പാടില്ല. കേൾക്കാൻ പറ്റാത്തത് കേൾക്കുന്ന സ്വഭാവം പലരിലും ഉണ്ടല്ലോ. വേണ്ടാത്ത സംസാരങ്ങൾ കേൾക്കുന്നവർ, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ കേൾക്കുന്നവർ, ഏഷണിയും പരദൂഷണവും ഒരാൾ പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നവർ, അവരൊക്കെയും തന്നെ വാസ്തവത്തിൽ ഈ അവയവങ്ങളെ ശരിയായ വിധത്തിൽ നിന്ന് ദുരുപയോഗം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ മറ്റുള്ളവരുടെ കുറവുകൾ കാണാൻ വേണ്ടി നമ്മുടെ കണ്ണിനെ ഉപയോഗിക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി ആ കണ്ണിന്റെ കാഴ്ചയെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശൈലിയിലും ഉണ്ടാകാൻ പാടില്ല എന്ന തികച്ചും ഒരു അച്ചടക്കമുള്ള ഒരാളുടെ
ഈ ജീവിതത്തിന്റെ ശൈലിയാണ് വാസ്തവത്തിൽ ഈ സൂക്തം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. റബ്ബിന്റെ കോടതിയിലെ ചോദ്യത്തിന്റെ സമയം നമ്മൾ ആരും കൈകടിച്ചു പോകേണ്ട ഗതികേടുണ്ടാകാതിരിക്കുക. അതുകൊണ്ട് തന്നെ കേൾക്കുന്നതെല്ലാം പറഞ്ഞ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ അതിന്റെയൊക്കെ പിന്നാലെ പോയി നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഉയർന്ന ജാഗ്രത പാലിക്കുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.